എല്ലാ കുട്ടികൾക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കണം? സുഖമായിട്ടിരിക്കുക, സന്തോഷമടിക്കുക. എനിക്ക് സുഖമാണ്, സന്തോഷത്തോടെ ഇരിക്കുന്നു. അപ്പോൾ നമ്മുടെ കൂട്ടുകാരെ, നമ്മളിവിടെ ഒരു റൗണ്ട് ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അതും ബേസ് കോട്ടൊക്കെ കൊടുത്ത് നന്നായിട്ട് ഉണക്കി എടുത്ത് വെച്ചിരിക്കുന്ന റൗണ്ട് ബോട്ടിൽ. ഈ ബോട്ടിൽ എനിക്ക് വഴിയിൽ നിന്ന് കിട്ടിയതാട്ടോ. നന്നായിട്ട് മണ്ണൊക്കെ പൂണ്ട് ഇങ്ങനെ കിടന്നിരുന്ന ബോട്ടിലാണ് കുറേ നാൾക്ക് മുന്നേ. അത് മണ്ണൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കി എടുത്ത്. ഇതിൻ്റെ വലുതും ചെറുതും ഉണ്ട് എൻ്റെ കയ്യിൽ. നല്ല ഭംഗിയുള്ളൊരു ബോട്ടിലാട്ടോ ഇത്. അപ്പോൾ ഇത് ബേസ് കോട്ടിനെ പറ്റി ഞാൻ പറയുകയാണെങ്കിൽ ഇവിടെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതിനെപ്പറ്റി കൂടുതലായിട്ട് ഞാൻ ഇവിടെ പറയണില്ല, കാരണം നമ്മൾ ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മൾ വീഡിയോയിൽ ഒരുപാട് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അത് നോക്കുക, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ ഞാൻ. അപ്പോൾ അതൊന്ന് നോക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ഒറ്റ കോട്ടേ ചെയ്തോളൂ. അപ്പോൾ അത് മതിയാവും. രണ്ട് കോട്ട് ചെയ്യണമെങ്കിൽ 2 കോട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരു കോട്ട് ചെയ്ത് നന്നായിട്ട് ചൂടത്ത് വെച്ച് നന്നായിട്ട് ഉണക്കിയെടുത്തത് കേട്ടോ ഞാനിത്. അപ്പോൾ അത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടിയിലോട്ട് പോകുന്നതിന് മുന്നായിട്ട് ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണണമെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ഇനേബിൾ ചെയ്യുക, അതിൽ ഓളെന്ന് ഓപ്ഷൻ കൊടുക്കുക. പിന്നെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതിൽ പിശുക്കൊന്നും കാണിക്കൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ 3 കളർ എടുത്തിട്ടുണ്ട്. 3 കളറ്, ഒന്ന് ടീൽ ബ്ലൂ, ഒന്ന് വൈറ്റ്, ഒന്ന് മെറ്റാലിക് ഗോൾഡ്. ഈ 3 കളറാണ്. ഇത് വളരെ സിമ്പിളാട്ടോ, നല്ലൊരു ഹോം ഡെക്കറാണ്, അടിപൊളിയാണിത്. ഒരു ലിവിങ് റൂമിലൊക്കെ നമ്മൾ കബോർഡിലൊക്കെ വെക്കാൻ പറ്റിയ, ടേബിളിലൊക്കെ വെക്കാൻ പറ്റിയ നല്ലൊരു പരിപാടിയാണിത്. അപ്പോൾ ഇതേ നമ്മൾ ഈ ഒരു പോർഷനില്ലേ, ഈ കുപ്പിയുടെ ഈ ഒരു പോർഷൻ വരെ നമ്മൾ ഒരു കളർ കൊടുക്കുന്നു. അപ്പോൾ അത് വൈറ്റ് കൊടുക്കാം. വൈറ്റ് ഇപ്പം ഞാൻ വൈറ്റ് എടുക്കുന്നത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം കേട്ടോ. അപ്പോൾ വൈറ്റ് ബ്രഷ് കൊണ്ടാണ് ഞാൻ കൊടുക്കുന്നത്. നിങ്ങൾക്ക് സ്പോഞ്ചോ ബ്രഷോ ഏതാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ റൗണ്ട് പോർഷൻ വരെ നമ്മൾ വൈറ്റ് കൊടുക്കുന്നുള്ളൂ. ഇനി മുകളിലോട്ട് നമ്മൾ വൈറ്റ് കൊടുക്കണമെങ്കിലും കൊടുത്താലും കുഴപ്പമില്ല, കാരണം വൈറ്റ് അല്ലേ, നമ്മൾ ഏത് കളർ അതിന് മുകളിൽ കൊടുത്താലും വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പക്ഷേ വേറെ ഏതെങ്കിലും കളറാണെങ്കിൽ നമ്മൾ നോക്കാം. പിന്നെ മാസ്കിൻ ടേപ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല ഫിനിഷിങ് കിട്ടും. അപ്പോൾ അത് അങ്ങനെ ചെയ്യാം കേട്ടോ. ഇപ്പോൾ അതില്ലെങ്കിലും കുഴപ്പമില്ല, എന്ന് കണ്ടില്ലേ. അപ്പോൾ അത് നോക്കി ചെയ്താൽ മതിയാവും. അപ്പോൾ ഇനി അടുത്ത ടീൽ ബ്ലൂ നമുക്ക് മുകളിലോട്ട് കുറച്ച് പോർഷനിലും ടീൽ ബ്ലൂ കൊടുക്കുക. അപ്പോൾ ഒരു ടീൽ ബ്ലൂ എന്ന് പറഞ്ഞാൽ നല്ലൊരു കളറാണ്. നല്ല എന്താ വെച്ചാൽ വൈറ്റ് ടീൽ ബ്ലൂ ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. കളറ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കളറാണ്. ഇനി ഈ ഒരു പോർഷനില്ലേ, ഈ ഒരു ഭാഗം നെക്ക്, ആ ഭാഗത്ത് നമ്മൾ ടീൽ ബ്ലൂ കൊടുക്കാം. അതിന് സ്പോഞ്ച് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കൊടുക്കുമ്പോൾ നമ്മൾ ഈ ഒരു വൈറ്റും ബ്ലൂവും കൂടെ ചേർന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അത് നമ്മൾ ബ്രഷ് കൊണ്ടൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്, കറക്റ്റ് കിട്ടാൻ വേണ്ടി. അതിനാണ് ഞാൻ പറഞ്ഞത് മാസ്കിൻ ടേപ്പ് യൂസ് ചെയ്യുന്നത്. കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ മാസ്കിൻ ടേപ്പ് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഈസി ആയണല്ലോ, പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റണമെങ്കിൽ വരച്ചാലും മതി, അതിനൊരു കുഴപ്പമില്ല. കണ്ടില്ലേ, ഇതിപ്പോൾ ഈ പരിപാടി കഴിഞ്ഞു. അപ്പോൾ വൈറ്റ് ആയതുകൊണ്ട് കയ്യിൽ പെയിൻറ്റ് ആവരുത്. നമ്മൾ എപ്പോഴും പിടിക്കുമ്പോൾ കയ്യിൽ പെയിൻറ്റ് ആയ വൈറ്റിന് പിന്നെ അത് എന്തെങ്കിലും ഡാർക്ക് കളറൊക്കെ ആയാൽ പിന്നെ കുറച്ച് പാടായിരിക്കും. അപ്പോൾ അത് നോക്കണം. അപ്പം ഇനി ഈ ഒരു അടപ്പിൻ്റെ ടോപ്പിൻ്റെ ഭാഗമില്ലേ, ആ ഭാഗത്ത് നമുക്ക് ഗോൾഡ് കൊടുക്കാം. അപ്പോൾ 3 കളറും കൊടുത്തു. ഇത് തീർന്നിട്ടില്ല, ഇനി അടുത്തൊരു പരിപാടി ചെയ്യാം. ഈസി പരിപാടിയാണ്, അപ്പോൾ അത് കണ്ടു നോക്കുക. അപ്പോൾ ഇതേ നമ്മൾ ഇതുപോലെ ബ്രഷ് എടുക്കുക, ഒരു വര കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, എളുപ്പമാണ്. നമ്മൾ ഇനി ഈ വര എന്ന് പറയുന്നത് ഞാൻ 000 ബ്രഷാവും യൂസ് ചെയ്തിരിക്കണേ. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ബ്രഷ് യൂസ് ചെയ്യുക, എന്നിട്ട് പതിയെ ബ്ലാക്ക് കളറിൽ ടച്ച് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ഒരു ചെറിയ വര, എന്നാൽ വലുതാവരുത്, അന്ന് ഒരുപാട് അങ്ങ് ചെറുതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇതിൽ കൂടുതൽ ചെറുതായി കഴിഞ്ഞാൽ അത് അങ്ങ് ഡോട്ടായി മാറും, കണ്ടു കഴിഞ്ഞാൽ ഡോട്ടായി പോകും. അപ്പോൾ ഇതുപോലെ വരച്ചെടുക്കുക. ഈ കുപ്പി നിറയെ അങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ 2 കൂട്ടുകാർ ചെയ്ത ട്രൈഡ് പിക്സ് ഉണ്ട്. ഒന്ന് മിനൽ ചെയ്തതാണ്, ഇത് ടിഷ്യൂ പേപ്പർ കൊണ്ട് ചെയ്തത് കേട്ടോ. ടിഷ്യൂ പേപ്പർ നമ്മളിത് ചെയ്തിട്ടുണ്ട്. നല്ല കളറാണ്, അതിന് പ്ലാസ്റ്റിക് ബോട്ടിലുമാണ്. ഇത് ദേവിക മനോജ് ചെയ്ത വർക്കാണ്. ഇതും നമ്മൾ സിമ്പിൾ ബോട്ടിലായിട്ട് ചെയ്തതാണ്. അടിപൊളിയായിട്ടുണ്ട്, 2 പേരും നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയും ചെയ്യാം. അപ്പോൾ നമ്മുടെ കുപ്പിയിൽ ഇത് ഫുള്ളായിട്ട് വരച്ചെടുക്കുക കേട്ടോ. ഇത് ബ്രഷ് കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ മാർക്കർ പെൻ, പെർമനൻറ്റ് മാർക്കർ യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരു വൈറ്റ് ബ്ലാക്ക് കോമ്പിനേഷൻ അടിപൊളിയായിട്ടില്ലേ. അതിനോടൊപ്പം ടീൽ ബ്ലൂ ഗോൾഡ് നല്ല കോമ്പിനേഷനാണ്. എല്ലാവരും ചെയ്തു നോക്കുക, എളുപ്പമാണിത്.
നമ്മുടെ ലിവിങ് റൂമിൽ ടേബിളിലൊക്കെ ഇങ്ങനെ വെക്കാൻ പറ്റിയ നല്ലൊരു ബോട്ടിലാണ്. ഒരുപാട് എന്താ പറയുക, പൂക്കളും ഇലകളും ഒന്നും ചെയ്യാതെ നല്ല സിമ്പിളായിട്ട് ഒരു കളർ കോമ്പിനേഷനാണ് ഇതിൻ്റെ ഭംഗി കൂട്ടുക. അപ്പോൾ അതുപോലെ ഒരു എന്താ പറയുക, ലൈറ്റായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതുപോലത്തെ ബോട്ടിൽ കിട്ടിയാൽ തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക. എളുപ്പമാണ്, പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്, അധികം പെയിൻ്റ് ഒന്നും വേണ്ട. അപ്പോൾ ഇത് ചെയ്ത് നോക്കൂലേ, എളുപ്പമല്ലേ? അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ലിവിങ് റൂമിൽ ടേബിളിൽ ഷെൽഫിലൊക്കെ ഇങ്ങനെ വെക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഹോം ഡെക്കർ ഐറ്റം ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. എല്ലാവരും ചെയ്തിട്ട് നമുക്ക് ട്രൈഡ് പിക്സ് അയച്ചു തരിക. അത് ഫേസ്ബുക്ക് പേജിലൂടെയോ അല്ലെ ഇൻസ്റ്റാ പേജിലൂടെയോ അയച്ചു തരിക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിൽ കയറുമ്പോൾ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമല്ലേ? അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും. ടാറ്റാ, ബൈ.